ഇത്തവണത്തെ ബജറ്റിലെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലുള്ള കമ്മീഷൻ പ്രഖ്യാപനം. സർക്കാർ പ്രഖ്യാപിച്ച കമ്മീഷൻ 3 മാസം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠനം നടത്താൻ പുറത്തുനിന്ന് വിദഗ്ധരെ നിയമിക്കേണ്ട ആവശ്യമില്ല. പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ നടക്കുന്നതിനാൽ ചെറിയ മാറ്റം മതിയെന്നും 10 വർഷം കൂടുമ്പോൾ ആക്കണമെന്നാണ് കമ്മീഷൻ ശുപാർശ ചെയ്തതെന്നും CN രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റവന്യൂ വരുമാനത്തിന്റെ 70%-ലധികം ശമ്പള ഇനത്തിൽ നൽകുകയാണ് സർക്കാർ. പരിധി ഇനിയും കൂട്ടിയാൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാകുമെന്നും ചെയർമാൻ പറയുന്നു. അർജുൻ മട്ടന്നൂരിലേക്കാണ് പോകുന്നത് വിശദാംശങ്ങൾക്കായി. അർജുൻ, 3 മാസം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ശമ്പളം ഇനിയും കൂട്ടുന്നത് അല്ലെങ്കിൽ വലിയ വർധനയുണ്ടാക്കുന്നത് ബാധ്യതയാകുമെന്നാണോ ശ്രീ CN രാമചന്ദ്രൻ നായർ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിനീത. അതായത് 3 മാസം കൊണ്ട് ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് കമ്മീഷന് തയ്യാറാക്കാൻ കഴിയും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരമൊരു പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ നടപ്പാക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിനുണ്ടാക്കും എന്നും ഓർമ്മപ്പെടുത്തുകയാണ് 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായിരുന്ന CN രാമചന്ദ്രൻ നായർ. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിക്കുമ്പോൾ പ്രത്യേകം ഓഫീസ് സംവിധാനം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ പുറത്തു നിന്നുള്ള ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നു. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും കമ്മീഷന്റെ കാലാവധി കൂടുതൽ നീളുന്നത്, റിപ്പോർട്ട് തയ്യാറാക്കാൻ കൂടുതൽ സമയമെടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പുറത്തു നിന്നുള്ള ചെയർമാൻ അടക്കമുള്ളവരെ നിയോഗിക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരെ തന്നെ കമ്മീഷനായി നിയോഗിച്ചാൽ ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. 3 മാസം കൊണ്ട് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഒരു കമ്മീഷന് പൂർത്തിയാക്കാനും കഴിയും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് 2015 ഈ 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൽ താൻ തന്നെ അത് കൃത്യമായി തന്നെ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. 5 വർഷം കൂടുമ്പോൾ ഇത്തരത്തിൽ ശമ്പള പരിഷ്കരണം നടത്തുന്നത് പ്രായോഗികമല്ല. അത് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകാൻ അന്ന് സർക്കാർ ശ്രമിച്ചതുമാണ്. പക്ഷേ സംഘടനകളുടെ സമ്മർദ്ദത്തിന് പിന്നാലെ അതിൽ നിന്ന് പിന്മാറേണ്ടി വരികയാണ് സർക്കാരിന് ചെയ്യേണ്ടി വന്നത്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ സർക്കാർ മറ്റൊരു കാര്യം കൂടി ചെയ്തു. അന്ന് ശുപാർശ ചെയ്ത തലത്തിൽ ആ തരത്തിലുള്ള ഒരു മാറ്റമല്ല അന്ന് സർക്കാർ വരുത്തിയത്. അത് ഒരു പരിധി വരെ കുറക്കാൻ അന്ന് സർക്കാരിന് കഴിയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു കുറഞ്ഞ ശമ്പള പരിഷ്കരണം മാത്രമാണ് അന്ന് നടത്തുകയും ചെയ്തത്. പിന്നീട് വീണ്ടും ശമ്പളം പരിഷ്കരിച്ചു. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പരിഷ്കരണം കൂടി ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഞങ്ങൾ നിർദ്ദേശിച്ച വർധനയിൽ ഒരു പരിധി വരെ സർക്കാർ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്ന കാര്യം വ്യക്തമല്ല. റവന്യൂ വരുമാനത്തിന്റെ 70%-ലധികം രൂപ ശമ്പള ഇനത്തിൽ തന്നെ നൽകുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. പരിധി ഇനിയും കൂട്ടിയാൽ സർക്കാർ വലിയ പ്രതിസന്ധിയിലാകും. സർക്കാർ ചെയ്യുന്നത് ഒരു തെറ്റായി മാറും എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന മാതൃകയിൽ 10 വർഷം കൂടുമ്പോൾ മാത്രം ശമ്പള പരിഷ്കരണം വരുത്തിയാൽ മതി. പക്ഷേ അത് കേരളത്തിൽ പ്രായോഗികമല്ല. പലപ്പോഴും ഈ സർവീസ് ജീവനക്കാരൊക്കെ തന്നെ വലിയ പ്രതിഷേധവും വലിയ സമ്മർദ്ദവും സർക്കാരിൽ വരുത്തുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു മാറ്റം, അതായത് 5 വർഷം കൂടുമ്പോൾ തന്നെ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ 3 മാസം കൊണ്ട് വേണമെങ്കിൽ ഒരു കമ്മീഷന് റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയും. അത് സർക്കാരിന് നടപ്പാക്കാനും കഴിയും. പക്ഷേ ഇത്തരത്തിൽ വലിയ വർധന ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടായാൽ അത് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കും, സംസ്ഥാനത്തിനുണ്ടാക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. വലിയ വിപുലമായ ശമ്പള കമ്മീഷൻ ഓഫീസ് ഉണ്ടാക്കുക, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠനം നടത്താൻ സാമ്പത്തിക എക്സ്പെർട്ടിനെ നിയമിക്കുക, അതൊക്കെയാണ് സാധാരണ ശമ്പള കമ്മീഷൻ സമയം കളയണ പരിപാടികൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഗവൺമെൻറ്റിന് ഡേറ്റയുണ്ട്. 10 വർഷത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാറ്റേൺ ശമ്പള പരിഷ്കരണം കൊടുക്കുക എന്നുള്ളത്. ഗവൺമെൻറ് 10 വർഷത്തിലേക്ക് മാറ്റാൻ സംഘടനകൾ സമ്മതിച്ചില്ല. ഈ രാജ്യത്തെ 3.5 കോടി കൂടുതൽ ജനങ്ങളുണ്ട്. അവർക്കെല്ലാം ഈ സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങളുടെ അർഹതയുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ളത് മുഴുവനും കിടക്കും ശമ്പളവും പെൻഷനും. ഇപ്പം തന്നെ ശമ്പളവും പെൻഷനും പലിശയും കൂടെ സർക്കാർ 70% വരുമാനത്തിൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, റവന്യൂ വരുമാനത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ പരിധി ഇനി കൂട്ടിയാൽ ഗവൺമെൻറ് വലിയ ബുദ്ധിമുട്ടിലാവും. ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റായിരിക്കും. എല്ലാ 5 വർഷം കൊടുക്കുന്നതാണ്. അപ്പോൾ 5 വർഷം ഒരു ചെറിയ ടിങ്കറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ശരി, അതാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നിലപാട്. അർജുൻ മട്ടന്നൂരാണ് അദ്ദേഹവുമായി സംസാരിച്ച ശേഷം വിശദാംശങ്ങൾ നൽകിയത്.